മോറിയ ഗോസ്പൽ മിഷനിലൂടെ ദൈവവചന സത്യങ്ങൾ ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ക്രൈസ്തവ സഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചു നൽകിയ 2 അനുഷ്ഠാനങ്ങളിൽ ഒന്നാണ് വിശ്വാസ സ്നാനം. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിനും രക്ഷയ്ക്കും സ്നാനം ആവശ്യമുണ്ടോ? സ്നാനം സംബന്ധിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ നിരവധി ആശയക്കുഴപ്പങ്ങളും അനുഷ്ഠാനപരമായ വൈരുദ്ധ്യങ്ങളും നിലനിൽക്കുന്നതിനാൽ അത് സംബന്ധിച്ച് തെറ്റിദ്ധാരണകളും ദുരുപദേശങ്ങളും നിരവധിയുള്ളതായി കാണുവാൻ കഴിയും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അസന്നിഗ്ധമായി അവ സംബന്ധിച്ച നിലപാടുകൾ വ്യക്തമാക്കുന്നതായി കാണാൻ കഴിയും. രക്ഷയെ സംബന്ധിച്ചെന്ന പോലെ സ്നാനത്തെ സംബന്ധിച്ചും ഈ ലോകത്തിൻ്റെ പ്രഭു അനേകരിൽ ബോധപൂർവം ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതായി കാണുമ്പോൾ സ്നാനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് കൂടുതൽ വ്യക്തമാകും. പുനരുദ്ധാനശേഷം യേശു ശിഷ്യന്മാർക്ക് നൽകിയ മഹാനിയോഗത്തിലും മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലും സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും സ്നാനരീതിയെപ്പറ്റിയും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നും വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നും യേശു ശിഷ്യന്മാരോട് കൽപ്പിച്ചു. പെന്തക്കോസ്ത് നാളിൽ സഭ രൂപം കൊള്ളുന്നതും പത്രോസിൻ്റെ പ്രസംഗം കേട്ട് മനസാന്തരപ്പെട്ടവരിലൂടെയാണ്. ഞങ്ങൾ എന്തു ചെയ്യണമെന്ന് ചോദിച്ച മനസാന്തരികളോട് പത്രോസ് ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ ഓരോരുത്തൻ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. ആയതിനാൽ രക്ഷയ്ക്കും പാപമോചനത്തിനും സ്നാനം ആവശ്യമാണ് എന്ന് തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു സംശയമാണ്, വിശ്വാസത്താലുള്ള നീതീകരണമെന്ന അടിസ്ഥാന ഉപദേശത്തിന് നിരക്കുന്നതാണോ സ്നാനം എന്നത്? വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20 മുതൽ 26 വചനങ്ങൾ ഇതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നു. നമ്മുടെ പിതാവായ അബ്രഹാം തൻ്റെ മകനായ ഇസ്ഹാക്കിനെ യാഗപീഠത്തിന്മേൽ അർപ്പിച്ചിട്ട് പ്രവൃത്തിയാലല്ലയോ നീതീകരിക്കപ്പെട്ടത്? അവൻ്റെ പ്രവൃത്തിയോടുകൂടെ വിശ്വാസം വ്യാപരിച്ചു എന്നും പ്രവൃത്തിയാൽ വിശ്വാസം പൂർണ്ണമായി എന്നും നീ കാണുന്നുവല്ലോ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിടുകയും ചെയ്തു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേർ പ്രാപിച്ചു. അങ്ങനെ മനുഷ്യൻ വെറും വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 10-ാം വാക്യത്തിൽ യഹോവയായ ദൈവം അബ്രഹാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നതായി കാണുവാൻ കഴിയും. എനിക്കും നിങ്ങൾക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യയുള്ളതും നിങ്ങൾ പ്രമാണിക്കേണ്ടതുമായ എൻ്റെ നിയമമാവിത്: നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. കൃപായുഗത്തിലെ ഹൃദയപരിച്ഛേദന അഥവാ മാനസാന്തരത്തിൻ്റെ നിഴലായി ന്യായപ്രമാണ യുഗത്തിൽ നൽകിയ കൽപ്പനയായിരുന്നു പരിച്ഛേദന. ആയതിനാൽ യേശുവിലുള്ള വിശ്വാസവും ഏറ്റുപറച്ചിലും മാത്രം പോരാ, യേശുവിനോട് ചേരുവാനുള്ള സ്നാനവും അത്യന്താപേക്ഷിതമാണ് എന്ന് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. രണ്ടാമതായി എപ്രകാരമായിരിക്കണം സ്നാനം എന്നുള്ളതാണ്. സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു 60 മൈൽ സഞ്ചരിച്ച് തൻ്റെ 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ വന്ന് സ്നാനം ഏൽക്കുവാൻ യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കൽ എത്തുന്നതായി തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നിന്നാൽ ഞാൻ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ യോഹന്നാൻ സ്നാപകനോട് ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയെ നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് യേശു ഉത്തരം പറഞ്ഞു. യേശു സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു എന്നും വചനം പറയുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദവും സ്വർഗത്തിൽ നിന്ന് ഉണ്ടായതായി തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു. എന്നാൽ പാപ്പാധിപത്യം ക്രൈസ്തവ സഭയുടെ മേൽ അധികാരം നടത്തുവാൻ തുടങ്ങിയ ശേഷം 5-ാം നൂറ്റാണ്ടിൽ ശിശുമരണം വർദ്ധിച്ചപ്പോൾ തുടങ്ങിയ ആചാരമാണ് ശിശുസ്നാനം എന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. വേദപുസ്തകത്തിലെ ഉപദേശങ്ങളോ
ഉദാഹരണങ്ങളോ അതിനെ ശരിവയ്ക്കുന്നതായി കാണുവാൻ കഴിയില്ല. അതുപോലെ തന്നെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ മാത്രം സ്നാനം നടത്തിയാൽ മതിയെന്ന് വാദിക്കുന്നവരുമുണ്ട്. ഇതിനെല്ലാമുള്ള മറുപടികൾ യേശുവിൻ്റെ ഉപദേശത്തിലും സ്നാന മാതൃകയിലും കാണുവാൻ കഴിയും. ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ല എന്നരുളി ചെയ്ത യേശുവിൻ്റെ വാക്കുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതും മാറ്റിക്കളയുന്നതും കഠിനമായ ദൈവശിക്ഷയ്ക്ക് കാരണമാകുവാൻ ഇടയാകും എന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. സ്നാനം സംബന്ധിച്ച് മറ്റൊരു വാദമാണ് സ്നാനം ജലത്തിൽ മുങ്ങിത്തന്നെ നടത്തേണ്ടതുണ്ടോ എന്നുള്ളത്. യോർദാനിലെ യേശുവിൻ്റെ സ്നാനവും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 38 കാണുന്ന എത്യോപ്യയിലെ രാജ്ഞിയുടെ ഭണ്ഡാര വിചാരകൻ ഫിലിപ്പോസിൻ്റെ കൈയാൽ സ്നാനമേൽക്കുന്നതും അതിന് വ്യക്തമായ മറുപടി നൽകുന്നു. കൂടാതെ സ്നാനമെന്ന കൂദാശയുടെ ദൈവശാസ്ത്രം വിശകലനം ചെയ്യുന്ന വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനമേൽക്കുന്നതെന്നും അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിനും അവൻ്റെ മരണത്തോടും പുനരുദ്ധാനത്തോടും ഏകീഭവിക്കുന്ന ശുശ്രൂഷയാണ് സ്നാനമെന്നും വ്യക്തമാക്കുന്നു. സ്വാഭാവികമായും ഇത്രമാത്രം അർദ്ധഗർഭവും പ്രാധാന്യവുമുള്ള ഒരു അനുഷ്ഠാനം തിരിച്ചറിവില്ലാത്തൊരു ശിശുവിന് ഒരിക്കലും സാധ്യമല്ല എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പട്ടത്വ സഭകളിലെ പുരോഹിതന്മാർ പോലും വിശ്വാസസ്നേഹം സ്നാനം കൈക്കൊള്ളാറുണ്ട്. രക്ഷയ്ക്ക് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് പോലെ രക്ഷിക്കപ്പെട്ട വ്യക്തി കർത്താവിനോടുള്ള അനുസരണത്താൽ സ്നാനമേൽക്കുകയും വേണം. ജലപ്രളയത്തിൽ നോഹയും കുടുംബവും പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചത് സ്നാനത്തിന് മുൻകുറിയെന്ന് വിശുദ്ധ പത്രോസ് പറയുന്നു. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റ് ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ വീടടക്കം ആനന്ദിച്ചു എന്നും നാം വായിക്കുന്നു. വചനമനുസരിക്കാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിക്കുന്നില്ല. ഈ സന്ദേശം മുഖാന്തരം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും യഥാർത്ഥമായി വിശ്വാസ സ്നാനമേൽക്കുകയും ചെയ്ത വ്യക്തിയാണോ എന്ന് ശോധന ചെയ്യുവാൻ ഒരവസരം കൂടി താങ്കൾക്ക് ദൈവം നൽകുകയാണ്. തേജസ്സിൻ്റെ കർത്താവ് വെളിപ്പെടുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിൽക്കുവാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവ് താങ്കളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാനാഥ.